വെള്ളാപ്പള്ളി നടേശൻ എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് വിദ്വേഷം പ്രസംഗിക്കുകയാണ്. അത് വെറുതെ എം വി ഗോവിന്ദൻ വെറുതെ വിചാരിക്കുകയാണ് അത് മുസ്ലിങ്ങൾക്കാണ് കൊള്ളുക, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇപ്പുറത്ത് വോട്ടങ്ങ് മേടിച്ച് കളയാം എന്ന് മഹാബുദ്ധിജീവിയായിട്ടുള്ള എം വി ഗോവിന്ദൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അബദ്ധത്തിൻ്റെ പടുകുഴിയിലാണ്. വെള്ളാപ്പള്ളി നടേശൻ റോട്ടിൽ വന്നിട്ട് കാലുഷ്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഘാതം ഏൽക്കുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അത് ഈ സമൂഹത്തിനാണ്, സോഷ്യൽ ഫാബ്രിക്കിനാണ്. അതിൽ അസ്വസ്ഥരായ മനുഷ്യർ, അസ്വസ്ഥരാകുന്ന മനുഷ്യർ, അത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഈ നാട് വെടിപ്പിൽ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്ന സർവ്വ മനുഷ്യരും ഈ അലമ്പ് കേസൊന്ന് നിർത്തിക്കിട്ടണമല്ലോ എന്ന് വിചാരിക്കും. ഈ സർവ്വ അലമ്പുകളെയും പിണറായി വിജയനും ഈ പി രാജീവും എല്ലാവരും ചേർന്ന് പൊന്നാടയിടുമ്പോൾ അത് മുസ്ലിങ്ങളെ മാത്രമല്ല വേദനിപ്പിക്കുന്നത്, അത് സമൂഹത്തിൽ കാലുഷ്യം ഉണ്ടാക്കുന്നു. ഇതൊന്ന് നിർത്തിക്കെട്ടണമെന്ന് വിചാരിക്കുന്ന മനുഷ്യരാണ് 103 സീറ്റിൽ ഇവരെ വിജയിപ്പിച്ചിട്ടുള്ളത്. പയ്യന്നൂരിൽ പാർട്ടിയുടെ പൊന്നാപുരം കോട്ടകളിൽ അട്ടിമറികൾ സൃഷ്ടിച്ചത് ആ മനുഷ്യരാണെന്ന് മനസ്സിലാക്കണം. പക്ഷേ അത് നിഷേധ ശ്രദ്ധിക്കുക. അത് CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോഴും ഇന്ന് ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ട് ഞാൻ പറയാം. അവരിറക്കിയ ഒരു പോസ്റ്റ് ഇന്നലെ വെല്ലുവിളിച്ച് ലീഗ് 5 മന്ത്രിമാർ വേണം, വിദ്യാഭ്യാസം വിട്ടുകൊടുക്കില്ല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പാർട്ടി, ഒരു മുന്നണിയിലെ ഒരു പാർട്ടി അവർക്ക് ഞങ്ങൾക്ക് ഇന്ന പോർട്ട്ഫോളിയോ വേണം എന്ന് പറയുന്നു. ആ പോർട്ട്ഫോളിയോ ആകട്ടെ കഴിഞ്ഞ കുറേ കാലമായി, അരനൂറ്റാണ്ടിലേറെ കാലമായി ലീഗ് കൈകാര്യം ചെയ്യുന്നൊരു പോർട്ട്ഫോളിയോ ആണ്. ആ പോർട്ട്ഫോളിയോ വേണമെന്ന് അവർ പറഞ്ഞോ ഇല്ല, അത് വേറെ വിഷയം, ആ ചർച്ചകളിലേക്കൊന്നും കടന്നിട്ടില്ല. പക്ഷെ അവർ വേണം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക, അല്ല വേണം എന്ന് വാശി പിടിച്ചെന്ന് വിചാരിക്കുക. അതെങ്ങനെയാണ് വെല്ലുവിളിയാകുന്നത്? ഒരു മുന്നണിക്കകത്തുള്ളൊരു പാർട്ടി ഞങ്ങൾക്ക് ഇന്ന പോർട്ട്ഫോളിയോ വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ എന്താണ്? ഇങ്ങനൊരു കാർഡ് ദേശാഭിമാനി ഇറക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ എന്താണ്? ഇന്നത്തെ ജനയുഗം മുഖ്യമന്ത്രിയായ VD സതീശൻ്റെ പേര് നിർദ്ദേശത്തെക്കുറിച്ച് വാർത്തയാണ്, അവരുടെ പ്രധാന വാർത്തയാണ്. ലീഗിന് അടിയറവ് പറഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്, VD സതീശൻ കേരള മുഖ്യമന്ത്രി. ഇതാരും മാന്യന്മാരാണെന്ന് നടിക്കുന്ന CPI-കാരുടെ പത്രമാണ്. ലീഗിന് അടിയറവ് പറഞ്ഞ് എന്താണ് അതിൻ്റെ ഉദ്ദേശം? എന്താണ് അതിൻ്റെ കൊനോട്ടേഷൻ? അതിൻ്റെ ദുസ്സൂചന എന്താണ്? സാഹിത്യത്തിൽ പത്രസമ്മേളനം നടത്തുന്ന ആളാണല്ലോ ബിനോയ് വിശ്വം ഇതിനെക്കുറിച്ച് എന്ത് പറയും? എന്താണ് ഈ വാർത്താ തലക്കെട്ടിൻ്റെ സൂചന എന്താണ്? AICC-യുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ പത്രസമ്മേളനം നടത്തി അവരുടെ CLP ലീഡറായിട്ട് VD സതീശൻ എന്ന് പറയുന്ന ആളെ, അയാൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, അദ്ദേഹത്തെ നിശ്ചയിച്ചു എന്നുള്ളതിന് കൊടുക്കുന്ന വാർത്താ തലക്കെട്ട് ലീഗിന് അടിയറവ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന കഴിഞ്ഞ 10 വർഷമായി ഇവർ നാട് മുഴുവൻ വിസർജിച്ച വിഷമുണ്ടല്ലോ, അത് ഇപ്പോഴും വിസർജിച്ച് തീർന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ പരിപാടി അവസാനിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അത് മോശമായി പോയിട്ടൊന്ന് AK സെൻറ്ററിൽ ഇരിക്കുന്നവർ ചർച്ച ചെയ്യുമ്പോഴും ബിനോയ് വിശ്വവും MV ഗോവിന്ദനും അവരുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ സാമഗ്രികൾ ഈ വിഷം തന്നെയാണ് പിന്നെ ഈ നാട്ടിൽ പ്രചരിപ്പിക്കാൻ നോക്കുന്നത്. അപ്പോൾ അവർക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഒരു ഡീടോക്സിഫിക്കേഷൻ ക്യാമ്പയിൻ അവർ നടത്തണം. സ്വയം വിഷരഹിതമാക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയയിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ് പ്രധാനം. കഴിഞ്ഞ 10 വർഷം അത് ചെയ്തു. കഴിഞ്ഞ 10 ദിവസം പുതിയ ടീം വന്ന് അത് എഗൈൻ ചെയ്തു. ഇതൊന്നും കേരളത്തിൽ വിജയിക്കില്ലെന്ന് മാത്രമല്ല, നിങ്ങളെ സ്വയം നശിപ്പിക്കുകയാണ് എന്നവർ മനസ്സിലാക്കേണ്ട ദിവസമാണിത്.